ബാക്ക് ടു പ്രണവ് വ്ളോഗ് സ്റ്റാർ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് എല്ലാ ഇന്ത്യൻ രൂപ നോട്ടുകളിലും ഒരു ചരിത്ര സ്മാരകം കൂടിയുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ രൂപയിലൂടെ ഒരു യാത്ര നടത്തുന്നത് ചരിത്ര സ്മാരകങ്ങളിൽ കൂടിയുള്ള യാത്രയാണ്. കോണാർക്ക് ക്ഷേത്രം, ഹംപി, ഔറംഗാബാദിലെ എല്ലോറ ഗുഹകൾ, ഗുജറാത്തിലെ റാണി കി വാവ്, സഞ്ചി സ്തൂപ, ചെങ്കോട്ട, ഇതൊക്കെയാണ് ഇന്ത്യൻ രൂപയിലെ ചരിത്ര സ്മാരകങ്ങൾ. 10 രൂപ നോട്ട് കയ്യിലെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയ കൊണാർക്ക് ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. അടുത്തതായി 20 രൂപ നോട്ടിലേക്ക് പോകാം. ഔറംഗാബാദിലെ എല്ലോറയിലെ മനോഹരമായ കൈലാസ ക്ഷേത്രം കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാക്ഷേത്രം കൂടിയാണിത്. ഇത് ഒരിക്കലും നിർമ്മിച്ചതല്ല, ചരനന്ത്രി കുന്നുകളിലെ പാറകളിൽ നിന്നും വെട്ടിക്കൊത്തി എടുത്തതാണ്. 50 രൂപ നോട്ടിലേക്ക് പോകാം. അതിൽ ഉള്ളത് ഹംപിയാണ്. ഹംപിയെക്കുറിച്ച് പറയുന്നതെങ്കിൽ AD 1500 കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഹംപി. 100 രൂപ നോട്ട് നോക്കിയാൽ റാണി കി വാവ് കാണാൻ സാധിക്കും. 11ാം നൂറ്റാണ്ടിലെ രാജാവായ ഭീംദേവിൻ്റെ ഓർമ്മയ്ക്കായി ഉദയമതി രാജ്ഞിയാണ് റാണി കി വാവ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സരസ്വതി നദിയിലെ വെള്ളപ്പൊക്കത്തിൽ ചെളിയിൽ പുതങ്ങിക്കിടന്ന ഈ സ്ഥലം 1980കളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. 200 രൂപ നോട്ട് കയ്യിലെടുത്താൽ 200 രൂപ നോട്ട് പുറത്തിറക്കിയിരിക്കുന്നത് മധ്യപ്രദേശിലെ സഞ്ചി സ്തൂപവുമായാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബുദ്ധമത സ്മാരകങ്ങളിൽ ഒന്നാണ് സഞ്ചി സ്തൂപം. അശോക ചക്രവർത്തിയുടെ ഉത്തരവ് അനുസരിച്ചാണ് സഞ്ചി സ്തൂപം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 500 രൂപ നോട്ട് വരുന്നത് ചെങ്കോട്ടയുടെ പകിട്ടുമായാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട. 1639 ഷാജഹാൻ ചക്രവർത്തിയാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത്. നോട്ട് നിരോധനത്തിന് തൊട്ട് പിന്നാലെ പ്രചാരത്തിൽ എത്തിയ നോട്ടായിരുന്നു 2000 രൂപയുടേത്. ഇന്ത്യയുടെ വിജയകരമായ ചൊവ്വ ദൗത്യത്തിൻ്റെ ഭാഗമായി മംഗൾയാനായിരുന്നു 2000 രൂപ നോട്ടിൽ ഉണ്ടായിരുന്ന ചിത്രം. എന്നാൽ പിന്നീട് 2000 രൂപ നോട്ട് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു.